ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം വരവ് ലോകം നെഞ്ചിരിപ്പോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങു വെച്ചുകൊണ്ട് പോർ വിമാനത്തിൽ മിലിറ്ററി വിമാനങ്ങളിൽ സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കുന്ന ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ 2 വട്ടം വിമാനങ്ങൾ വരുന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സമയം. ഗാസ മുനമ്പിൽ ശക്തമായ ഇടപെടൽ നടത്തി പാലസ്തീനെ റീബിൽഡ് ചെയ്യുമെന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകൾ, അങ്ങനെ കുറേയധികം വിഷയങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ശക്തമായ നിലപാടുകൾ നമ്മൾ കാണുന്നു. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സമഗ്രമായ ഫണ്ടിങ് നിർത്തലാക്കുന്നു തുടങ്ങിയ ശക്തമായ നിലപാടുകളിലൂടെ ലോകത്തെ വീണ്ടും ട്രംപ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രംപിൻ്റെ നിലപാടുകൾ അത് കാത്തലിക്കാണോ? കർത്താവായ ഈശോ മിശിഹ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ പാഠങ്ങൾ തന്നെയാണോ ട്രംപ് തൻ്റെ ജീവമന്ത്രമായി ഏറ്റെടുത്തിരിക്കുന്നത്? അല്ലാതുള്ള ട്രംപിൻ്റെ നയങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത്? അത് ലോക സമാധാനത്തിനും അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷിതത്തിനും സാമ്പത്തിക മേഖലയിലുമൊക്കെ ഇത്തരം മുന്നേറ്റങ്ങൾ, ട്രംപിൻ്റെ നയങ്ങൾ എങ്ങനെയാണ് അത് ചർച്ചയാകാൻ പോകുന്നത്? വത്തിക്കാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ട്രംപിൻ്റെ നിലപാടുകൾ തുടങ്ങി സമഗ്ര മേഖലയിൽ ട്രംപ് എന്ന വ്യക്തി എങ്ങനെയാണ് അടുത്ത 4 വർഷം ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്? ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടെയുള്ളത് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ ഡയറക്ടർ ഫാദർ സബിൻ തൂമുള്ളിൽ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകനും സംരംഭകനുമായ ശ്രീ നോയൽ സിറിയക്. 2 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ചർച്ചയുടെ ആരംഭം സബിനച്ചനിൽ തുടങ്ങുകയാണ്. ഷക്കീന ഫയർ റൂമിൽ ഒത്തിരി തീ പിടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്, വീണ്ടും കണ്ടതിൽ സന്തോഷം. സബിനച്ചനെ, നമ്മൾ ട്രംപിനെ വിലയിരുത്തുമ്പോൾ ട്രംപിൻ്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത് ഒന്നാം വരവ് പോലെ ആയിരുന്നില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഷക്കീനയുടെ ഈ ഫ്ലോറിൽ നമ്മൾ ട്രംപിൻ്റെ ആദ്യ വരവിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മൾ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ അവസാന സമയമൊക്കെ ആയപ്പോൾ ഷക്കീന ടെലിവിഷൻ ഉണ്ട്, അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. അപ്പം മലയാളത്തിൽ ഒരു മാധ്യമങ്ങളിൽ പോലും ട്രംപിൻ്റെ ഇലക്ഷനിൽ ട്രംപിന് അനുകൂലമായി ഒരു വാർത്ത പോലും നമ്മൾ കാണുന്നില്ല. എല്ലാ മാധ്യമങ്ങളും ട്രംപിനെ ഒരു കോമാളിയായി ചിത്രീകരിക്കുന്നു, ഒരു കുറ്റക്കാരനായി ചിത്രീകരിക്കുന്നു, ഒരു സാമൂഹിക വിരുദ്ധനായി ചിത്രീകരിക്കുന്നു. അപ്പം ആ ഒരു സമയത്ത് നിന്ന് പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പോലും പല ഘട്ടങ്ങളിലും ട്രംപിനൊരു ഹീറോയിസം, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങ് മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നു, ഹീറോയിസം നൽകുന്നു. ട്രംപിൻ്റെ നിലപാടുകൾ, ട്രംപ് അത് ചെയ്തുവെന്ന് പറയുന്നു, അല്ലെങ്കിൽ ട്രംപ് അത് ചോദ്യം ചെയ്തെന്നാകുന്നു, ട്രംപ് എടുത്ത നിലപാടുകൾക്ക് അഭിനന്ദനങ്ങൾ കിട്ടുന്നു. എനിക്കൊന്ന് വലിയൊരു ചേഞ്ച് ഈ ഒരു 10 വർഷത്തിനിടയിൽ ട്രംപിനെ ലോകം കാണുന്ന രീതിയിൽ തന്നെ വലിയ മാറ്റം നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അതാണ് അതിൻ്റെ ഒരു സൈഡ്. എന്നാൽ മറുവശത്തിലേക്ക് വരുമ്പോൾ ട്രംപിൻ്റെ പല നിലപാടുകളും അത് വിമർശനങ്ങൾക്ക് തന്നെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകത്തിൽ വിവിധ ഇൻ്റർനാഷണൽ ഫോറങ്ങളിൽ ഉള്ള അമേരിക്കയുടെ ഫണ്ടിങ് നിർത്തലാക്കുന്നു. ഇപ്പം ഇലക്ഷൻ ബോധവൽക്കരണത്തിന് വേണ്ടി $20 മില്യൺ ഇന്ത്യൻ രാജ്യത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അത് നിർത്തലാക്കുന്നു. അങ്ങനെ നമ്മൾ മുമ്പ് കാണാത്ത വിധം ഒരു ഫയർ മോഡിലാണ് ട്രംപ് സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നു. ഫയർ റൂമിൽ നമ്മൾ ട്രംപ് ചർച്ചയാകുമ്പോൾ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ട്രംപിൻ്റെ ഈ ചില കാര്യങ്ങൾ, ചില ട്രംപ് എടുക്കുന്ന നിലപാടുകൾ അത് ഒരു ക്രിസ്തീയ നിലപാടാണോ എന്നൊരു ചോദ്യമാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. ഒരു കാത്തലിക് രാജ്യമാണ് അമേരിക്ക. കാത്തലിക് രാജ്യത്ത് ധാരാളം അമേരിക്കൻ പ്രസിഡൻസ് കാത്തലിക്കായിട്ടുള്ള, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുമുണ്ട്. ബൈബിൾ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന, വിശ്വാസത്തെ എല്ലാം അംഗീകരിക്കുന്ന, അത് ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രതിസന്ധി, എടുക്കുന്ന നിലപാടുകൾ എന്താണ്? അപ്പോൾ ആ നിലപാടുകളെ ക്രിസ്തീയമാണോ അല്ലെങ്കിൽ അല്ലാത്തതാണോ എന്നൊരു ചോദ്യം പോലും ഉയർന്നു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ട്രംപിൻ്റെ അംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒത്തിരി വാർത്തകൾ അതൊക്കെ ഇടം പിടിക്കുന്നുമുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു? അങ്ങനൊരു വൈദികൻ കൂടിയാണല്ലോ. താങ്കൾ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള വിശകലനങ്ങളാണ്. നമുക്കതിനെ ഘട്ടം ഘട്ടമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കും. ഒന്നാമത്തെ കാര്യം, ട്രംപിൻ്റെ ആദ്യകാലത്തെ വരവ് ട്രംപിനെ ഒരു കോമാളിയായിട്ട് ചിത്രീകരിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ട്രംപ് രാഷ്ട്രീയത്തിൽ ശിശുവായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് സുഹൃത്തുക്കൾ ഒത്തിരിയേറെ പേര് അമേരിക്കയിലുണ്ട്. കഴിഞ്ഞ തവണ ട്രംപിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ സമയത്ത് ട്രംപിനെ അനുകൂലിച്ചിരുന്ന മലയാളികളുടെ എണ്ണം പോലും വളരെ ചുരുക്കമായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ട്രംപിനെ അധികം ആളുകൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ബേസിക്കലി ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ഈ തവണത്തേക്ക് വരുമ്പോഴേക്കും
ട്രംപിലെ ബിസിനസ്സുകാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനെ നമ്മൾ കൃത്യമായിട്ട് കാണുകയാണ്. നന്നായി ബിസിനസ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും അവർ എടുക്കുക എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവായിട്ട് ട്രംപിനെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഇത് ട്രംപ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താണ്? അത് തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഈ വലതുപക്ഷ നിലപാട് ഇന്ന് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് വലതുപക്ഷ നിലപാട് വരുന്നത്? അതിന് കാരണം യൂറോപ്പിലെയും അമേരിക്കയിലും ഉള്ള തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ വലതുപക്ഷ ചിന്താഗതിയിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ്. വഴിമാറാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അനധികൃതമായിട്ടുള്ള കുടിയേറ്റമാണ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അഭയാർത്ഥി പ്രവാഹം, അനധികൃത കുടിയേറ്റം, അതിലൂടെ ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ഇടങ്ങളിൽ വന്നിട്ടുള്ള ശോഷണം, മൂല്യശോഷണം, അത് യഥാർത്ഥത്തിൽ അമേരിക്കയിലെയും യൂറോപ്പിലെയും തദ്ദേശീയ ജനങ്ങളെ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രാവശ്യത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിനോട്, വലതുപക്ഷ ചിന്താഗതിയോട് കൂടുതൽ താല്പര്യമുണ്ടാകുന്ന ഒരു രാഷ്ട്രീയമാണ്. ട്രംപ് എന്ത് ചെയ്തു? അതിനെ സ്വീകരിച്ചു. പക്ഷേ എനിക്ക് ട്രംപിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. കാരണം ട്രംപ് എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും ട്രംപ് എടുത്ത നിലപാട് ക്രിസ്തു ആണ് ഈ രാജ്യത്തിൻ്റെ നേതാവ് എന്നുള്ളതാണ്. ബൈബിൾ നമ്മളുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ഒരു മൂല്യമായി, ധാർമ്മിക മുഖമായിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം നിലപാടുകൾ എടുക്കുന്നു. അത് തന്നെ. അപ്പോൾ ഞാൻ പറയും, ട്രംപ് ഒരു കത്തോലിക്കനാണ്, ട്രംപ് ഒരു നല്ല ക്രിസ്ത്യാനിയാണ്. ഇനി എന്തുകൊണ്ട് ഞാനത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന പലർക്കും ട്രംപിനെ പോലെ ഇങ്ങനെ കത്തോലിക്കമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരാരെ ഭയപ്പെടുന്നു? എതിർപക്ഷ രാഷ്ട്രീയ ചിന്താധാരകളെ ഭയപ്പെടുന്നു. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് അവർ ഭയപ്പെടുന്നു. പക്ഷെ ട്രംപ് അതിനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് എങ്കിൽ പോലും അതെടുക്കാനുള്ള ധീരമായ നിലപാട് അംഗീകരിക്കപ്പെടും. തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് പോപ്പ് കൾച്ചർ, വോക്ക് കൾച്ചർ, ലെഫ്റ്റ്, ലിബറൽ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ്, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ബിൽഡാകുന്ന ഒരു പൊതുക്രമത്തിലാണ് ഈ ഒരു വാല്യൂ സിസ്റ്റത്തെ ഉയർത്തിപ്പിടിക്കുകയും നെഞ്ചേറ്റുകയും. അത് ഇലക്ഷന് മുമ്പും അങ്ങനെ തന്നെ, ഇലക്ഷന് ശേഷവും അങ്ങനെ തന്നെ. ഇലക്ഷന് മുമ്പ് നമ്മുടെ ബിഷപ്പ് ഹൗസിലൊക്കെ വരുന്ന രാഷ്ട്രീയ നേതാക്കളെ അങ്ങേക്ക് അറിയാമല്ലോ, അതിനുശേഷം അവരെവിടെ പോകുന്നു അങ്ങേക്ക് അറിയാമല്ലോ. ആ നിലയിലല്ല നമ്മൾ കാണേണ്ടത്. ധീരമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുന്നു എന്ന നിലയിൽ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടണമെന്നതാണ് അങ്ങയുടെ ആദ്യ വശം. നമുക്ക് രണ്ടാം വശത്തേക്ക് തിരിച്ചു വരാം. നോയൽ സിറിയക്ക്, അങ്ങ് സംരംഭകനാണ്. ഇത്തരം ട്രംപിനെ, പ്രത്യേകിച്ച് ഒരു ബിസിനസ്സുകാരെന്നുള്ള ട്രംപിനെ അങ്ങ് കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ അഭയാർത്ഥി പ്രവാഹം ഏറുന്നൊരു രാജ്യമാണ് അമേരിക്ക. US മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഒത്തിരി അനധികൃതരായ ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് വിലങ്ങ് വെച്ച്, കയ്യിലും കാലിലും വിലങ്ങ് വെച്ച് യുദ്ധവിമാനങ്ങളിൽ, പോർ വിമാനങ്ങളിൽ ആളുകൾ ഇവിടെ വരികയാണ്. അവരെ അമൃത്സറിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ അമേരിക്കൻ വിമാനങ്ങൾ വരുന്നു. അത് ദൃശ്യമായി വരുന്നു. അമേരിക്കയുടെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ ട്വിറ്റർ പേജിൽ, എക്സ് പേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വീഡിയോ എടുത്ത്, അതൊരു വീഡിയോ ദൃശ്യമാക്കി എടുത്ത്, നമ്മൾ കല്യാണത്തിനൊക്കെ ഹൈലൈറ്റ്സ് ഉണ്ടാക്കുന്നത് പോലെ, ബർത്ത്ഡേ ഹൈലൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വീഡിയോസ് ഒഫീഷ്യൽ ഗവൺമെൻറ് തന്നെ ട്വീറ്റ് ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ദൃശ്യം ഇന്ത്യയുടെ ഒരു നോവായി മാറുന്നു. ദീപിക പോലും അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വിലങ്ങ് വെച്ച് അമേരിക്ക എന്നൊക്കെ വാർത്തകൾ വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രംപിൻ്റെ രണ്ടാം വരവ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പുള്ളി ഏറ്റവും കൂടുതൽ കൂട്ടുപിടിച്ചിരിക്കുന്നത് ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ബിസിനസ്സുകാരനെയാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും എലോൺ മസ്കിനെയാണ്. എല്ലാവരും വളരെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എലോൺ മസ്ക്. കാരണം ഇന്ന് പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ഒരു AI പ്ലാറ്റ്ഫോം വീണ്ടും റീബ്രാൻഡ് ചെയ്ത് പുതിയ വേർഷൻ പുള്ളിക്കാരൻ ഇറക്കിയിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഞാൻ അത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടുമല്ല,
ഇന്നത്തെ ഈ ലോകത്തിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുള്ളിക്കാരൻ ഒരു പ്യുവർ ബിസിനസ്മാനാണ്, അല്ലാതെ ഒരിക്കലും ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്മാന് ആ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടായ മാർക്കറ്റിംഗ് അത് കറക്റ്റ് ലെവലിൽ പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു മാത്രം ചിന്തിച്ചാൽ മതി. അതായത് ഈ അനധികൃത കുടിയേറ്റം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പണ്ട് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള പോലെ ഈ ഉരുവിൽ കയറി നമ്മൾ ദുബായ് കടപ്പുറത്ത് പോകുന്നു, അങ്ങനെയുള്ള പല പല അനധികൃത കുടിയേറ്റങ്ങൾ ലോകം മൊത്തം നടക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇന്ന് സംഭവിക്കുന്നത് ട്രംപ് സത്യം പറഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് സ്റ്റണ്ടായിട്ട് ചെയ്യുന്നതാണ്. പുള്ളി എല്ലാ ദിവസവും ന്യൂസിൽ നമ്പർ 1 ആയിട്ട് വരുന്നു. ഈവൻ ബൈഡൻ്റെ കാലത്തും അതിന് മുമ്പുള്ള ബുഷിൻ്റെ കാലത്തും എല്ലാം ഈ ഒരു അനധികൃത കുടിയേറ്റക്കാരെ പല രാജ്യങ്ങളിലേക്ക് തിരിച്ച് കയറ്റി വിടുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് ശരിക്കും ആരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരെ നോർമൽ ഫ്ലൈറ്റിൽ കൃത്യമായിട്ട് എൻഗേജ് ചെയ്ത് അവരെ കൃത്യമായിട്ട് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് പണ്ട് തൊട്ടേ നടക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ കൈവിലം ഇടുന്നതിലൂടെ സംഭവിക്കുന്ന ഒരു ഹോട്ട് ന്യൂസ് ആയിട്ട് ലോകം മൊത്തം അറിയപ്പെടുകയാണ്. ആരും ശ്രദ്ധിക്കാതിരുന്നൊരു കാര്യത്തെ പുള്ളിക്കാരൻ്റെ ബിസിനസ് സ്ട്രാറ്റജി വഴി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത് പുള്ളിക്കാരനെ ബ്രാൻഡ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് റിയാലിറ്റി ഇന്ന് ഈ ഒരു പ്രോസസ്സിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നത്. ട്രംപിന്റെ ഒപ്പ് വരെ ബ്രാൻഡ് ആകുകയാണ്, ശ്രദ്ധിക്കുന്നുണ്ടോ? ഗ്രാഫ് പോലെയാണ് ട്രംപിന്റെ ഒപ്പിരിക്കുന്നത്. അതെ അതെ. മാത്രമല്ല ട്രംപിന്റെ എന്തിനാണ് ട്രംപ് ഇത് ചെയ്യുന്നത്? നോയൽ പറഞ്ഞതിനെ ഒന്ന് പൂർത്തീകരിക്കാം. ട്രംപിന്റെ വരവോടുകൂടി ഇനി ലോകത്തുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് എതിരെ ഞാനാണ് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് എന്ന് ട്രംപ് പറയുകയാണ്. ഇത് പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ടാകാം, പക്ഷേ ട്രംപ് പറയുകയാണ്, എൻ്റെ രാജ്യത്ത് അനധികൃത കുടിയേറ്റം ഉണ്ടാകില്ല, ഇനി നിങ്ങളാരും ഇങ്ങോട്ട് വരാൻ അടുത്ത 4 വർഷക്കാലം നിങ്ങളെല്ലാവരും ഇവിടെ വരാൻ ഭയക്കണം എന്ന് ട്രംപ് വിളിച്ചു പറയുകയാണ് ഇതിലൂടെ. അങ്ങനെ ട്രംപ് ലോകം മുഴുവൻ ഭയക്കുന്ന അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുള്ള സുപ്രമസിയുള്ള അധികാരമുള്ള ഒരു നേതാവായി ട്രംപിനെ തന്നെ പ്ലേസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് നോയൽ പറഞ്ഞ 100% യോജിക്കുന്ന കറക്റ്റായ നിരീക്ഷണമാണ്. അങ്ങനെ ഒരു മുന്നേറ്റമായിരിക്കും അവിടെ വരുന്നത്. ബിയോണ്ട് അഭയാർത്ഥി പ്രവാഹത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ട്രംപിനെ വിലമതിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്, എന്നാൽ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ മറ്റൊരു കാര്യം ഞാൻ വിലയിരുത്തുമ്പോൾ, ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നും ട്രംപ് എടുത്തത് ജീവന് വേണ്ടിയുള്ള ഒരു നിലപാടാണ്. നമ്മളിപ്പം ഒരു പക്ഷേ പറഞ്ഞ പ്രോ ലൈഫ് മൂവ്മെൻറ്റുകൾ എന്നൊക്കെ നമ്മൾ പറയാം. കത്തോലിക്ക സഭ അതിൽ ഏറ്റവും സ്ട്രോങ് ആയി നിലപാടെടുക്കുന്ന ഒരു കത്തോലിക്ക സഭ മാത്രമാണ് അങ്ങനെ ഒരു സ്ട്രോങ് ആയി നിലപാടെടുക്കുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ അതെല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് ഏറ്റവും ആദ്യമായിട്ട് മാർച്ച് ഫോർ ലൈഫ് എന്ന് പറയുന്നത് ലോകം മുഴുവനും ഇത്തരം പ്രോ ലൈഫ് മൂവ്മെൻ്റാണ്. ഇന്ത്യയിലും അതിൻ്റെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ആ മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ ആദ്യമായി പങ്കെടുത്ത പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. അബോർഷനെതിരെയുള്ള അല്ലെങ്കിൽ അബോർഷൻ ബിസിനസ് എന്ന് പറയുന്ന വലിയൊരു മേഖലയുണ്ട്. ആ വിഷയങ്ങളിൽ ഏറ്റവും സ്ട്രോങ് ആയി അവർക്കെതിരെ ശബ്ദമുയർത്തുകയും അങ്ങനെ സ്ട്രോങ് ആയ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരാളാണ്. അതൊന്നുമല്ല, ഇനി ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്റ്റ്, ഇനി അമേരിക്കയിൽ 2 ജെൻഡറേ ഉള്ളൂ. ഒരുപക്ഷെ ഈ ലോകം മുഴുവൻ ഈ പറയുന്ന കേരളം ഉൾപ്പെടെ, കേരളത്തിലൊക്കെ നമുക്കറിയാം, പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പോലും അമേരിക്കയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു അധപതനത്തിലേക്ക് പോകാൻ തന്നെ കാരണമായത് അവിടെ വിദ്യാഭ്യാസത്തിൽ ഇത് അടിച്ചേൽപ്പിച്ചു. കൊച്ചുങ്ങൾക്ക് ആണാണോ പെണ്ണാണോ, ഞാനല്ലാതെ മറ്റ് 3rd ജെൻഡറാണോ, LGBTQIA+ ആണോ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ കൺഫ്യൂസ്ഡ് ആക്കി അങ്ങനെ തുടങ്ങിയ ഒരു മുന്നേറ്റത്തിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു അരാജകത്വത്തിൻ്റെ ഒരു മേഖല അത് തന്നെയാണ്. ഈ രീതിയിൽ സമാനമായി കേരളത്തിൽ പോലും പുസ്തകങ്ങളുണ്ടാകും. നമ്മുടെ കത്തോലിക്ക സഭയിലെ ഏതെങ്കിലും സംഘടന, കാത്തലിക് ഗിൽഡ് എന്നൊക്കെ ഉൾപ്പെടെ സംഘടനകൾ നമുക്കുണ്ടല്ലോ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ എത്രയോ സംഘടനകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും അതിൽ ശബ്ദം ഉയർത്തിയോ, പ്രതികരിച്ചോ? ഏതെങ്കിലും വിദഗ്ധരായി വിദഗ്ധമായി ഇതിനൊക്കെ വക്താക്കളായി നിൽക്കുന്ന ആളുകൾക്ക് പോലും ഇതിൻ്റെ ആശയത്തോട് അറിഞ്ഞോ അറിയാതെയോ താല്പര്യമുണ്ട്. നമ്മുടെ സഭയുടെ ഗതികേടാണ്, ഇത് നമ്മൾ പ്രതികരിക്കുന്നില്ല. കേരളത്തിൽ പോലും ഇത്രയും സേഫ് സോണിൽ ഇരുന്ന് പോലും പ്രതികരിക്കാൻ നമുക്ക് പോലും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ലോകക്രമം ഉണ്ടാകുകയാണ്. കാരണം അത് പ്രതികരിച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു, പ്രതികരിച്ചാൽ എൻ്റെ പ്രസ്റ്റീജ് എങ്ങനെയാകും, ഞാൻ വലിയ സംഭവമാണല്ലോ, അപ്പം ഞാനും ഈ ഗണത്തിൽ പെടില്ല എന്ന ആശയം പേറുന്ന ആളുകളുടെ ഇടയിൽ അമേരിക്ക, ലോകത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തിൻ്റെ ഓഫീസിൽ നിന്ന് പറയുകയാണ്, ഇനി ഇതാണ് ഈ രാജ്യം.
അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ ഇതിനെ കാണുന്നത് ഒരു ടെക് പേഴ്സ്പെക്റ്റീവിലാണ്. ഗൂഗിൾ, ഫേസ്ബുക്ക്, എക്സ്, ഇങ്ങനെ ലോകത്തെ വിവിധ കമ്പനികളുടെ പോളിസികളിൽ പോലും LGBTQ പോളിസികൾ അവർ മാറ്റുന്നു. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം മെറ്റയുടെ ഓഫീസിൽ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ വലിയൊരു ഫണ്ടിങ് നിർത്തലാക്കുന്നു. ഗൂഗിൾ ഈ പറഞ്ഞ പ്രോഗ്രാം എന്നുവെച്ചാൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്വാധീനം ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ വരികയാണ്. അത് ഒരു മേഖലയാണ്. 2, ജീവന് വേണ്ടി ഇപ്പോൾ പ്രോ ലൈഫ് മൂവ്മെൻറ്റ് എത്രയും ആവേശത്തിലാണ് ലോകം മുഴുവൻ പ്രോ ലൈഫ് മൂവ്മെൻറ്റുകൾ, ജീവന് വേണ്ടി എടുക്കുന്ന സ്റ്റെപ്പുകൾ, അബോർഷന് വേണ്ടിയും അതിൻ്റെ കോസ്മെറ്റിക്സ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതൊരു വലിയ ബിസിനസ്സാണ്, വലിയ വ്യവസായമാണ്. അത് വളരെ പൈശാചികതയുടെ കുടിയേറ്റമാണ്. അത് അദ്ദേഹം അതിൻ്റെ എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി ഫ്രീ മേഴ്സൺസ് ഗ്രൂപ്പുകൾ, അത് ബൈഡൻ്റെ കാലത്തുമൊക്കെ ഇത്ര രൂക്ഷമായിരുന്നു എന്നൊക്കെ നമ്മൾ പോലും ഞെട്ടുന്ന വിധം അത്തരം കാര്യങ്ങൾ അതിനെ പുറത്തു കൊണ്ടുവന്ന് പുകച്ചു ചാടിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ മുമ്പെങ്ങും ഇങ്ങനെ ഒരു ധീരമായിട്ടുള്ള നന്മയ്ക്ക് ഒപ്പം നിൽക്കുന്ന ക്രിസ്തീയ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടെടുത്ത മറ്റൊരു വേൾഡ് ലീഡർ ഇല്ല എന്ന് പറയാം. എന്നാൽ അതിനൊരു മറുവശമുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിനോട് അങ്ങ് യോജിക്കുകയല്ലേ? ഇതിനോടൊപ്പം അങ്ങേക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ട്രംപിൻ്റെ മാറ്റം അത് യൂറോപ്പിൻ്റെ അമേരിക്കയുടെയും ജനങ്ങളുടെ മാറ്റമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നേതാവ് എന്തുകൊണ്ട് ഇത്തരത്തിൽ നിലപാടെടുക്കുന്ന നേതാവ് അംഗീകരിക്കപ്പെടുന്നു, അദ്ദേഹം ജയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് വിവിധ രാജ്യങ്ങളിലുള്ള ഇതുപോലെയുള്ള സുഹൃത്തുക്കളുണ്ട്. മാത്രമല്ല അങ്ങ് വിദേശ രാജ്യങ്ങളിലൊക്കെ പഠനം പഠിച്ചിട്ടുള്ളതാണ്. യൂറോപ്പിലുണ്ടായിരുന്നു, റോമിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ 2015 കാലഘട്ടത്തിൽ ഞാൻ അവിടെ പഠനത്തിനായിട്ട് പോകുമ്പോൾ റോം, നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള വത്തിക്കാൻ, അപ്പോൾ ഈ വത്തിക്കാൻ്റെ ഈ പരിസരത്തൊക്കെ നമ്മൾ ചെന്നിറങ്ങിക്കഴിയുമ്പോൾ യൂറോപ്പിൻ്റെ വൃത്തി, അത് ആ ആളുകളുടെ ആ രീതികൾ, കാര്യങ്ങളെല്ലാം, നിയമങ്ങൾ പാലിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വലിയ മാതൃകയായിട്ട് തോന്നിയൊരു കാര്യമാണ്. വളരെ ഒരു എലൈറ്റായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. 5 വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാൻ നേരത്തുള്ള സ്ഥിതി, ഈ വത്തിക്കാൻ്റെ ഈ ചുറ്റുപാട് പ്രദേശങ്ങളിൽ മൂത്രത്തിൻ്റെ മണമാണ്, മൂത്രത്തിൻ്റെ രൂക്ഷ ഗന്ധമാണ്. അത്ഭുതം തോന്നും. കാരണം എന്താണ്? വഴിയിലുടനീളം മുഴുവനും അഭയാർത്ഥികൾ ഇങ്ങനെ തമ്പടിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ അത് നമുക്ക് മാധ്യമങ്ങളിലൊക്കെ കാണാം, ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഈ തെരുവ് കച്ചവടം, നമ്മളീ നാട്ടിൽ കാണുന്നത് പോലെ മൊബൈൽ ഫോണിൻ്റെ കവറ്, ഈ ലോക്കൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഇതെല്ലാം അവിടെ വിൽക്കുന്നു. റെഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ റോഡിൽ പെഡസ്ട്രിയൻ, നമ്മളുടെ സീബ്ര ക്രോസിങ്ങിൽ റെഡ് ആണെങ്കിൽ ആരും അങ്ങോട്ടേക്ക് കടക്കില്ല. പക്ഷേ ആളുകൾ റോഡിൻ്റെ ഈ നിയമങ്ങളെല്ലാം ലംഘിച്ച് നടക്കുന്നു. അപ്പോൾ നിയമം പാലിക്കുന്നവൻ വിഡ്ഢിയായിട്ട് മാറുകയാണ്. യൂറോപ്യൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മാറ്റം വളരെ, മാത്രമല്ല അവിടെ ജപമാല പോലും നിൽക്കുന്നത് ബംഗ്ലാദേശിൽ. അതെ, ജപമാല വിൽക്കുന്നത്. അതെ, ഇനി വേറെ എന്തൊരു ഗതികേടാണെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അവിടെ കൂടുതലും ഈ യൂത്തിൻ്റെ എണ്ണം കുറഞ്ഞു. കാരണം ജനന നിരക്ക് വളരെയധികം കുറഞ്ഞു. വീടുകളിൽ പ്രായമുള്ളവരാണ്. പലപ്പോഴും ഈ ഇടവകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള യൂറോപ്യൻസിൻ്റെയൊക്കെ വീടുകളിൽ സന്ദർശിക്കുമ്പോൾ അവർ തടിയുടെ സാധാരണ ഡോറിന് പിറകിലായി ഇരുമ്പിൻ്റെ വാതിൽ പണിത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് 2ഉം 3ഉം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോടൊരു സ്വീകാര്യതയുണ്ട്. കാരണം ഞാനും യഥാർത്ഥത്തിൽ അവരുടെ മുമ്പിൽ ഒരു അഭയാർത്ഥിയെ പോലെയാണ്. കാരണം ഞാനൊരു ഏഷ്യക്കാരനാണ്. അതാണ് ഇതിൻ്റെ വിഷയം. അതോടൊപ്പം മറ്റൊരു വിഷയം, ആളുകൾ ചിന്തിക്കുന്നത് ഇവരെല്ലാം ഇന്ത്യക്കാരാണെന്നും കൂടി ചിന്തിക്കുന്നുണ്ട്. കാരണം ബംഗ്ലാദേശി ഇന്ത്യക്കാരനെ അവർക്ക് ഒരുപോലെയാണ് തോന്നുക, പാകിസ്ഥാൻകാരനെ ഇന്ത്യക്കാരനെ ഒരുപോലെയാണ് തോന്നുക. അവർക്ക് പെട്ടെന്ന് ഒരു വലിയ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ അറിയപ്പെടുന്നത് കൊണ്ട് അത്തരത്തിൽ അവിടുത്തെ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ? അവർ പറയുന്നത് ഒരുപാട് മോഷണങ്ങൾ നടക്കുന്നു, ഞങ്ങൾ പ്രായമുള്ളവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രാജ്യത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ വലിയ ഭീതിയിലാണ് കഴിയുന്നത്. അവരുടെ തനിമ നഷ്ടപ്പെടുന്നു. അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു രാജ്യത്തിന് ഒരു സംസ്കാരമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് തന്നെ ഒരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടാൽ പിന്നെ ആ രാജ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നി അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഈ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തിയത്, നേരത്തെ പറഞ്ഞു അമേരിക്ക അല്ലെ യൂറോപ്പൊക്കെ ക്രിസ്ത്യൻ യൂറോപ്പ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പറഞ്ഞു. ഈ അമേരിക്കയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യൂറോപ്പിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു?
അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള പെൺകുട്ടികൾ വശീകരിക്കപ്പെടുന്നു. അത് തന്നെ നമ്മളിവിടെ നമ്മളുടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ സംഘടിതമായി പ്രണയിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിലും ഇരട്ടി ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ അവിടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് അവിടെ ചർച്ച ചെയ്യപ്പെടുകയല്ല. കാരണം എന്താ? അവിടെ ഈ മതാത്മക കാഴ്ചപ്പാട് സാധാരണക്കാരുടെ ഇടയിൽ വളരെയധികം കുറഞ്ഞു. അത് തന്നെ. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഐഡന്റിറ്റി ഇല്ലാത്തൊരു സമൂഹമായി, മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഐഡന്റിറ്റി ഇല്ലാത്ത സമൂഹമായി. ഐഡന്റിറ്റി നഷ്ടപ്പെട്ട സമൂഹത്തെ ശക്തമായിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള വേറെ ഏതെങ്കിലും ഒരു സമൂഹം കീഴടക്കും. അത് തന്നെ കീഴടക്കും. അക്ഷരാർത്ഥത്തിൽ യൂറോപ്പിനെ ആ അജണ്ട കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ എല്ലാ അലയടികളും നമുക്ക് കാണാം. യൂറോപ്പിലേക്ക് വരിക. യൂറോപ്പിൽ രാഷ്ട്രീയത്തെ എന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എത്ര അധികം അഭയാർത്ഥികളിൽ നിന്നുള്ളവർ രാഷ്ട്രീയത്തിൻ്റെ നേതൃതലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അഭയാർത്ഥികൾ അല്ലെങ്കിൽ വിദേശത്ത് കുടിയേറ്റക്കാർ എത്ര പേര് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നു. അവരുടെ സ്വഭാവ സവിശേഷതകളും അവരുടെ ഐഡൻറ്റിറ്റിയും എന്താണ്, നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു. ജോ ബൈഡൻ അപ്പോയിൻ്റ് ചെയ്ത ഒരു പ്രത്യേക ഐഡൻറ്റിറ്റിയിലുള്ള ഒരു ജഡ്ജിയെക്കുറിച്ച് ഒരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു? അവർ തിരിച്ചറിയുകയാണ്, ഞങ്ങൾക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു, ഈ രാജ്യകാലം തിരിച്ചു പിടിക്കുക. അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു സ്റ്റെപ്പ് അദ്ദേഹം എടുത്തു എന്നതാണ് ട്രംപിന് വീണ്ടും ഒരു സ്വീകാര്യത കിട്ടാനുള്ളത്. ഞാൻ അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സത്യം പറഞ്ഞാൽ ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയല്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അതായത് റീസെന്റ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ടൗണിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി അതായത് റോഡിലേക്ക് ഇറങ്ങി വഴി തടയുവാണ്. അവൻ എന്ത് ലഹരിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ വഴി തടഞ്ഞ് ഓൾമോസ്റ്റ് 1.5 മണിക്കൂറോളം ആ പത്തനംതിട്ട ടൗണിനെ സ്തംഭിപ്പിച്ച ഒരു വ്യക്തിയാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി. അതുപോലെ തന്നെ 3-4 ദിവസത്തെ പത്ര റിപ്പോർട്ടിൽ മുമ്പിൽ കണ്ടു. അതായത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു കപ്പിൾ, അവർ കേരളത്തിൽ നിന്ന് സ്ഥലം മേടിച്ചിരിക്കുകയാണ്. അവരിവിടെ വീടും മേടിച്ച് സ്ഥലവും മേടിച്ച് താമസിക്കുകയാണ്. പക്ഷേ അവർ ഇന്ത്യൻ സിറ്റിസൺ അല്ല. അവർ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറി ഇവിടുത്തെ ഐഡന്റിറ്റി കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടാകുകയല്ലേ? തീർച്ചയായും. ഞാൻ അതിനെക്കുറിച്ച് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു യൂറോപ്പിന്. കേരളത്തിൽ നമ്മളുടെ രാഷ്ട്രീയമായിട്ടും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ എടുത്തു നോക്കുക, ഹൈന്ദവരെ എടുത്തു നോക്കുക, പ്രത്യേകിച്ച് പുരോഗമനത്തിൻ്റെ ആശയങ്ങൾ അതിശക്തമായിട്ട് ഇന്ന് ക്രൈസ്തവരുടെ ഇടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക. അതായത് വ്യവസ്ഥാപിതമായത് ഒന്നും ശരിയല്ല എന്നുള്ള ഒരു ചിന്ത അതിശക്തമായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉദാഹരണം പറയും. ഇവിടുന്ന് ഇപ്പോൾ ഈ വിദേശത്തേക്ക് കുടിയേറുന്ന നമ്മളുടെ പുതിയ തലമുറയുടെ കാര്യം. ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കണ്ണൂർക്കാരിയായിട്ടുള്ള തലശ്ശേരി രൂപതക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, അവൾ ബ്രിട്ടനിൽ UK ചെല്ലുകയും അവൾ അവിടെ ജോലിയുടെ ഇടയ്ക്ക് നമുക്കൊരു ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു, ആ പെൺകുട്ടി മതം മാറിയിരിക്കുന്നു. ക്രിസ്ത്യാനി ആയിരുന്ന പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ആ പെൺകുട്ടി ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വന്ന് കേരളത്തിലുള്ള ഒരു മതപഠനശാലയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് വീണ്ടും മതം പഠിച്ച് അവർ പൂർണ്ണമായിട്ടും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിവിടുന്ന് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ, നമ്മുടെ കുട്ടികൾ സ്വാധീനിക്കപ്പെടുകയാണ്. ശരി, പലതരത്തിൽ സ്വാധീനിക്കപ്പെടും. അതിന് സമാനമായ ഒരു സാഹചര്യം കേരളത്തിലും ഉണ്ട്. അത് രൂപപ്പെട്ടു വരുന്നു എന്നതും നമ്മുടെ വശമാണ്. ഇനി നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം കൊണ്ട് പറയാം. ട്രംപിൻ്റെ ഒരു കാര്യം, ട്രംപിനെ ആളുകൾ ഭയക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശാഠ്യം. 2, ഈ പറഞ്ഞ ഒരു വാല്യൂസിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാനുള്ള ശ്രമം. അതായിരിക്കും ഒരു പക്ഷേ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരവിന് തൊട്ട് മുമ്പ് ആ വലിയ പ്രതിസന്ധി മാറിയത്, ഹമാസ് പ്രതിസന്ധി നമ്മൾ പരിഹരിക്കപ്പെട്ടത് നമ്മൾ കണ്ടതുമാണ്. മാത്രമല്ല, ട്രംപിൻ്റെ ആദ്യകാലം ഈ ലോകത്തിന് അദ്ദേഹത്തെ സമാധാനത്തിൻ്റെ പീസ്
നോബൽ പ്രൈസിലേക്ക് പോലും അദ്ദേഹത്തെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. എന്നൊക്കെ ഇപ്പോൾ തമാശയായിട്ട് കണ്ടു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ബൈഡൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ റഷ്യ ഉക്രൈൻ വിഷയം വരുന്നു, ഒത്തിരി പ്രതിസന്ധികളിലൂടെ ലോകം മാറുന്നൊരു സമയം. ആ കാലത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സമാധാനം നിലനിർത്താൻ അദ്ദേഹം ഒരു നേതാവിൻ്റെ ഒരു നേതൃത്വ ഗുണമൊക്കെ ആകാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു സമാധാനത്തിനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. എന്നാൽ മറുവശത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം, ആളുകളെ തിരിച്ച് പറഞ്ഞയക്കുക അതൊരു ക്രിസ്തീയതയാണോ എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല അവർ ഇങ്ങനെ കൈയും വിലങ്ങുമൊക്കെ വെച്ച് അവരെ തിരിച്ചയക്കുന്ന ഒരു ഇത് നമ്മളൊരു നമ്മളുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് അഭയാർത്ഥികളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു സംസ്കാരം നമുക്കുണ്ട് എന്ന് നമുക്ക് യാഥാർത്ഥ്യമാണ്. പക്ഷേ ലോകം മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു. ഇത് ആശയങ്ങൾ നമ്മൾ പറയുമ്പോഴും അത് ഗ്രൗണ്ട് തലത്തിൽ അതിനെതിരെ അത് അനുഭവിക്കുന്ന വലിയൊരു സമൂഹം ആളുകളുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ എന്തുകൊണ്ടാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഇത്രയും സ്വാധീനം കിട്ടുന്നത് അല്ലേ? അത് താഴെത്തട്ടിലുള്ള ആളുകളുടെ ലൈഫ് ആകെ തകിടം മറിയുകയാണ്. അവർക്ക് അവരുടെ ജീവിതം ഇവിടെ ഈ നാട്ടിൽ ഇവരെ ഭയന്നുകൊണ്ട് അവർക്ക് അവരുടെ വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുന്നു. മത ആചാരങ്ങൾക്ക് വേണ്ടി അവർ മുറവിളി കൂട്ടുന്നു. പള്ളികൾ തകർക്കപ്പെടുന്നു. എത്രയോ പള്ളികളാണ് ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൽ തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാലാവസ്ഥയിലാണ് ട്രംപ് അല്ലേ? ഇങ്ങനൊരു കാലാവസ്ഥയിലാണ് ട്രംപിൻ്റെ ഈ രണ്ടാം വരവ് കൂടി വരുന്നത്. നോയലിനകത്ത് ട്രംപിൻ്റെ ഈ ഒരു വരവിനെ അല്ലെങ്കിൽ ഇനിയുള്ള ട്രംപിൻ്റെ വരുന്ന കാലത്തെ അതിനെ എങ്ങനെയാണ് നോയലിൻ്റെ ഒരു ഫൈനൽ കമൻറ്റ്? ട്രംപിൻ്റെ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ ട്രംപ് പ്യൂർലി ഒരു ബിസിനസ്മാനാണ്. അതായത് പുള്ളിയാണ് ലോകത്തിലെ ഫൈനൽ വേർഡ് എന്ന് വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം, അതായത് നമ്മുടെ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കുമെതിരെ വലിയൊരു ഉപരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ വലിയൊരു ടാക്സ് പുള്ളി ഏർപ്പെടുത്തി. അത് കാനഡ എന്ന് പറഞ്ഞാൽ ആൻഡ് മെക്സിക്കോ, ഇത് രണ്ട് രാജ്യങ്ങളും അമേരിക്കയായിട്ട് അത്രയും ചേർന്ന് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതായത് അവരുമായിട്ട് അതുപോലെ ബിസിനസ് റിലേഷനുള്ള രണ്ട് രാജ്യങ്ങളാണ്. അവർക്ക് 25% ടാക്സാണ് പുള്ളി ഒന്നും നോക്കാതെ ഡയറക്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ചൈനയ്ക്ക് അഡീഷണൽ 10% ടാക്സ്. ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ചൈന പോലെ അല്ലെങ്കിൽ ഇപ്പം കാനഡ പോലെ ഇത്രയും വലിയ രാജ്യങ്ങൾ അവരുടെ ബിസിനസ് അതായത് ഒരു വർഷങ്ങളിലേക്ക് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കും. അത് സഡൻ ആയിട്ട് സ്റ്റോപ്പ് ആവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവരുടെ ഭരണാധികാരികൾ പോലും സ്റ്റക്കാകുന്ന ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ഫൈനൽ വേർഡായ ട്രംപിനെ അനുസരിക്കുക എന്നുള്ള ഒറ്റ മാർഗം മാത്രമേ അവിടെ ഉള്ളൂ. അതാണ് ആ ഒരു പോളിസി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ശരിക്കും ട്രംപ് അവിടെ കൊണ്ടുവരുന്നത്. മറ്റൊന്നുമല്ല, പുള്ളിക്കാരനാണ് ഈ ലോകത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും ഫൈനൽ വേർഡായിട്ട് എടുക്കാനുള്ള ഒരു പവർ എന്ന് പറയുന്ന ആ ഒരു പവർ പുള്ളി വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കും. മുന്നോട്ട് പോകുന്തോറും ഏത് രാജ്യങ്ങളാണെങ്കിലും നമ്മൾ ഇപ്പം ഇന്ത്യ ആണെങ്കിൽ പോലും ഇപ്പോൾ മുന്നോട്ട് പോകുന്തോറും ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും വിലങ്ങലിയിച്ചു വിടുന്ന കാര്യം നമ്മൾ കണ്ടു. ആ ഫണ്ടിങ് DOE എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻറ്റ് അലോൺ മസ്കിന് നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അത് കഴിയുന്നതിന് ശേഷമാണെന്ന് വെച്ചാൽ സൗഹൃദങ്ങൾ സ്നേഹമൊക്കെ ഉണ്ടാകാം, പക്ഷേ ഞാൻ നിർമ്മിക്കുന്ന ഈ ഒരു ആശയം ലോകം ഫോളോ ചെയ്യണമെന്ന് അദ്ദേഹം പറയും. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം കാത്തലിക്കായ ചില നിലപാടുകൾ എടുക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും. അങ്ങനെ തന്നെയല്ലേ ഫാദർ? തീർച്ചയായും. അതിലൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. തിരുവചനം ബൈബിളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുമെന്ന്. നമ്മൾ രണ്ടാമത്തേതിനകത്താണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരാകണം തീർച്ചയായും. പക്ഷേ സർപ്പത്തിന്റെ വിവേകം നമുക്കുണ്ടോ? കർത്താവ് വളരെ കൃത്യമായിട്ട് അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ വലത് റൈറ്റ് വിങ് പക്ഷക്കാർ ആരാണെന്ന് ശരിക്കും യൂറോപ്പിൽ ആരാണെന്നറിയോ? അത് പോളണ്ടുകാരാണ്. പോളണ്ടിന്റെ നേതാവ് ഒരു ലോക നേതാവായിരുന്നുവെങ്കിൽ എല്ലാവരുടെയും കണ്ണ് പോളണ്ടിലേക്ക് വരുമായിരുന്നു. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുതെന്ന സിനിമയെ പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ ഓർക്കേണ്ടത്, ഒരു കാലഘട്ടത്തിൽ ലിബറൽ ചിന്താഗതിയുടെ വക്താക്കളായിരുന്ന കമ്മ്യൂണിസത്തിൻ്റെ അതിപ്രസരം മൂലം തകർന്ന തരിപ്പണമായി പോയ ഒരു രാജ്യം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചെറുപ്പകാലത്ത് ഒരു സോവിയറ്റ് യൂണിയൻ്റെ അതിശക്തമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിച്ച ഒരു രാജ്യം പിന്നീട് ശക്തമായിട്ടുള്ള ക്രൈസ്തവ രാജ്യമായിട്ട് മാറി. ഇന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഭാഗമാണ് ഈ പോളണ്ട്. ഈ പോളണ്ടിന് ചുറ്റും അഭയാർത്ഥികൾ വരുന്നുണ്ട്. പക്ഷെ പോളണ്ടിൽ ഒരൊറ്റ ആൾ പോലും വന്നിട്ടില്ല. കാരണം എന്താ? പോളണ്ടിൽ ശക്തമായിട്ടുള്ള ഒരു വലതുപക്ഷ ചിന്ത, ഇത് ക്രൈസ്തവ രാജ്യമാണെന്നുള്ള ചിന്ത നിലനിൽക്കുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്.
രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. ഈ യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ വന്നു ചേർന്നിരുന്നത് ഇറ്റലിയിലേക്കായിരുന്നു. കാരണം ഒരു ക്രൈസ്തവ നിലപാട് ഏറ്റവും ശക്തമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം വത്തിക്കാൻ നിലനിൽക്കുന്നത് ഇറ്റലിയിലാണ്. അപ്പോൾ മാർപ്പാപ്പയുടെ വാക്കുകൾ അവിടുത്തെ ഭരണാധികാരികളെ സ്വാധീനിക്കും. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? സ്വാഭാവികമായിട്ടും മാർപ്പാപ്പ എന്ത് മാനുഷിക ക്രൈസ്തവ മൂല്യങ്ങളെ അധികരിച്ചാണോ ഈ അഭയാർത്ഥികളെ കുറിച്ച് സംസാരിച്ചത്, അതിൻ്റെ രാഷ്ട്രീയത്തെ മുതലെടുത്തുകൊണ്ട് സംഘടിത ശക്തികൾ ഇവിടേക്ക് വന്നു. പിന്നീട് സംഭവിച്ചെന്താണെന്നറിയോ? യൂറോപ്യൻ യൂണിയൻ ക്രിസ്തീയതയെ മുതലെടുത്തു. യൂറോപ്യൻ യൂണിയനിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇറ്റലിയിലേക്ക് ഒരാൾ വന്നാൽ ആ യൂറോപ്യൻ യൂണിയൻ്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലും അവർക്ക് ഷെങ്കൻ വിസയിൽ പോകാം. അവിടെ അപ്പോൾ ഇറ്റലിയിലേക്ക് വന്നിട്ട് ബാക്കി രാജ്യങ്ങളിലേക്ക് ഇവർ വളരെ പതിയെ ഇടം പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ക്രിസ്തീയ മൂല്യം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ ഭരണകർത്താക്കൾ അതിനെ അത്ര ഗൗരവത്തിൽ ആദ്യം എടുത്തില്ല. എല്ലാവരെയും വെൽക്കം ചെയ്തു, നമ്മളെല്ലാവരും സ്വീകരിക്കുന്നവരാണ്. പക്ഷേ സ്വീകരിച്ച് വന്നവർ, എനിക്ക് കൃത്യമായിട്ടറിയാം, നമ്മളുടെ കത്തോലിക്ക സഭയുടെ ചാരിറ്റബിൾ സംഘടനകൾ അവിടെയുള്ള, പ്രത്യേകിച്ച് ഇറ്റലിയിലുള്ള പല ഇടവകകളിലും ഈ അഭയാർത്ഥികളെ സ്വീകരിച്ച് അവരുടെ കുടുംബത്തെ ഒന്നാകെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്നറിയോ? എനിക്ക് സുഹൃത്തുക്കളുണ്ട് നൈജീരിയയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ. അവര് എന്നോട് പറയും, യഥാർത്ഥത്തിൽ ഇവിടേക്ക് ദുരിതം അനുഭവിക്കുന്നവരല്ല ഇവിടേക്ക് വരുന്നത്. ക്രൈസ്തവർ വലിയ രീതിയിൽ അവിടെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിന്റെ പേരിൽ. എത്ര ക്രിസ്ത്യാനികൾക്ക് അഭയാർത്ഥികളായിട്ട് ഈ രാജ്യത്തേക്ക് കടന്നു വരാൻ പറ്റുന്നുണ്ട്? മറിച്ച് സംഘടിതമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ആളുകളാണ് വരുന്നത്. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. സെയിം കോണ്ടെക്സ്റ്റ് ഈസ് റിപ്പീറ്റിംഗ് ഇൻ ഇന്ത്യ, എസ്പെഷ്യലി ഇൻ കേരള. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നവർ പ്രത്യക്ഷത്തിൽ അവർ നമ്മളോട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രത്യക്ഷത്തിൽ ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എത്ര പേര് വാർത്ത ശ്രദ്ധിച്ചു എന്നറിയില്ല, നമ്മുടെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ഒരു സംഘടന, പ്രത്യേകിച്ച് ഈ തൊഴിലാളി സംഘടന എന്ത് ചെയ്തിരിക്കുന്നു, അത് ഇവിടെയുള്ള വലതുപക്ഷ പാർട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സംഘടന അതിഥി തൊഴിലാളികൾക്ക് വോട്ടേഴ്സ് ഐ.ഡികൾ മറ്റു കാര്യങ്ങളും കൊടുക്കുന്നു, വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ചേർക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ കയറുന്ന വാർത്ത എന്താണ്? ഈ അഭയാർത്ഥികളായിട്ട് വരുന്നവർ ബംഗ്ലാദേശികളാണോ എന്നുള്ള ഒരു വിഷയം നമുക്കിവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഒരു വോട്ട് ബാങ്ക് ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ ഇനിയും അതിൻ്റെ ധ്രുവീകരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്കാണോ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം. അങ്ങ് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ സർവാധിപത്യം ഉണ്ടാകുന്നു, രണ്ടാം തരംഗം, രണ്ടാം വെയ്വിൽ ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ തക്കവണ്ണമുള്ള ആയുധങ്ങളും അമ്പുമായി ട്രംപ് വരുന്നു. എലോൺ മസ്കിനെ പോലുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ അദ്ദേഹത്തെ ഫണ്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയത്തെ രൂപവൽക്കരിക്കുന്നതിന് ലോകം ഒരു യുദ്ധത്തിലേക്ക് മാറുന്നു. എന്നാൽ ഒരുപക്ഷെ ഈ കാലഘട്ടം ഏറ്റവും അധികം വേദനിച്ചത് അഭയാർത്ഥി പ്രവാഹം കൊണ്ട് യൂറോപ്പ് വെന്തുരുകുന്നു, അമേരിക്കയിലെ ജനങ്ങൾ അനുഭവിക്കുന്നു. ഇവിടെയൊക്കെ ശക്തമായ താക്കീതാകാൻ ട്രംപിന് സാധിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ നമ്മൾ ഇക്കാലം അത്രയും ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ രാഷ്ട്രങ്ങൾ, ക്രൈസ്തവ നേതൃത്വം, ക്രൈസ്തവ നേതാക്കൾ, ഗ്ലോബൽ ലീഡേഴ്സ് എല്ലാം പ്രാവിൻ്റെ നിഷ്കളങ്കതയിൽ സഞ്ചരിക്കുമ്പോഴും സർപ്പത്തിൻ്റെ വിവേകത്തിൽ നിന്ന് ഓടി അകലുമ്പോൾ പോലും ട്രംപിൻ്റെ ചില നയങ്ങൾ തീർച്ചയായും അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പറയണം. എന്നാൽ ട്രംപിൻ്റെ ചില നയങ്ങൾ അതിൽ ക്രിസ്തീയ മൂല്യങ്ങളില്ല എന്ന് നമ്മൾ ധൈര്യപൂർവ്വം പറയണം. അവിടെ ട്രംപ് തിരുത്തപ്പെടണം. പക്ഷേ ട്രംപ് എന്ന വ്യക്തി അതൊരു വ്യക്തിയല്ല, ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ തടുക്കുവാൻ ലോകത്തിന് കഴിയുകയില്ല. ദ ഫയർ റൂമിൻ്റെ ആശയ സംവാദത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.